ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ബൈബിൾ പഠനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നമുക്കൊരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയയിലും കിലിക്കിയ, ആസ്യ എന്നീ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, നീ ഞങ്ങളോട് കരുണയാകണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കും. അങ്ങയുടെ ശബ്ദം കേട്ട് കർത്താവെ, അങ്ങയുടെ സ്വരം കേട്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണം. വചനം ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ തിരുത്തണം, ഞങ്ങളെ ശാക്തീകരിക്കണം, ഞങ്ങളെ മുൻപോട്ട് അയക്കണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ മറക്കരുതേ. അങ്ങയുടെ സാന്നിധ്യം ഓരോ ഡിവൈസിലും കൊടുക്കണമേ. അടിയന്റെ മനസ്സിൽ, അടിയന്റെ ചിന്താമണ്ഡലത്തിൽ സ്വർഗത്തിലെ ജ്ഞാനവും സ്വർഗീയമായ സന്ദേശവും തരണമേ. നിനക്ക് വേണ്ടിയിട്ട് അടിയൻ നിൽക്കുകയാ, സഹായിക്കണം, കരുണയാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മള് എത്ര പേരെയാണ് മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തത്? നമ്മൾ പറഞ്ഞേ 7 പേരെ. 7 പേരെ തെരഞ്ഞെടുത്തു. അവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? നല്ല സാക്ഷ്യമുള്ളവർ, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ ആയിരിക്കും. ഓക്കെ. അവരുടെ ആത്മാർത്ഥമായ സമർപ്പണവും ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ടാണ് ഏത് കാര്യവും വളരുന്നത്. ഒരു വളർച്ചയുടെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്, വളർച്ചയുടെ പിന്നിൽ ഒരു സമർപ്പണമുണ്ട്, വളർച്ചയുടെ പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്, വളർച്ചയുടെ പിന്നിൽ ഒരു ഐക്യമുണ്ട്. എല്ലാറ്റിലും ഉപരിയായി വളർച്ചയുടെ പിന്നിൽ ശക്തമായ പ്രാർത്ഥനയുണ്ട്. ഈ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഒത്തിണങ്ങിയാൽ ഏതൊരു വ്യക്തിയും ആത്മീയമായി വളരും, ഏതൊരു പ്രസ്ഥാനവും ആത്മീയമായി വളരും, ഏതൊരു സഭയും ആത്മീയമായി വളരും. അവർ ഐകമത്യപ്പെട്ട് ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി വചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് ഏക മനസ്സോടെ മുൻപോട്ട് പോയി എന്നതാണ് സഭ വളരാൻ കാരണം. എന്നത് നിൽക്കുന്നുവോ അപ്പോൾ വളർച്ചയും നിൽക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐക്യത ഉണ്ടാക്കുന്നതാണ്. സ്വയമുള്ളതല്ല, സ്വയംകൃതിയല്ല. നമ്മളാൽ രൂപപ്പെടുന്നതാണ് ഐക്യത. അപ്പോ ഈ അടിസ്ഥാനപരമായ പ്രമാണത്തിലൂന്നിയ 1-ാം നൂറ്റാണ്ടിലെ സഭ, 7-ാം വാക്യം, ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, വൻമരങ്ങൾ പലതും വിശ്വാസത്തിന് അധീനരായി.
3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, വചനം പരന്നു. 2, ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. 3, വൻമരങ്ങളായ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ പലരും വീണു. അഥവാ അവർ പലരും വിശ്വാസത്തിന് അധീനരായി. വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് ഇവർ ചെല്ലുന്നിടത്തേക്കെല്ലാം സഭയങ്ങ് വ്യാപിക്കാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മഹിമ എന്ന് പറയുന്നത് അവരെ എവിടേക്ക് പറിച്ചെറിഞ്ഞാലും, അവർ എവിടെ ചെന്ന് വീണാലും അവിടെ അത് കിളിർക്കും. ഒരു കള്ളുകുടിയൻ ഏതിന് പോയാലും കള്ളുഷാപ്പ് അന്വേഷിക്കും. അവൻ ആദ്യം അന്വേഷിക്കുന്നത് എവിടെയാണ് കറുത്തി അക്ഷരത്തിലെ വെളുത്ത ബോർഡുന്ന. കൂട്ടായ്മക്കാരെവിടെ പോയാലും അവിടെ ചെല്ലുന്നിടത്ത് അവർ കൂട്ടായ്മയുണ്ടോ എന്ന് അന്വേഷിക്കും. കള്ളുകുടിയന്മാർ ഏതിന് പോയാലും കള്ളുഷാപ്പുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നാൽ നമ്മുടെ കൂട്ടായ്മക്കാരുടെ മക്കൾ പലരും നാട് വിട്ടുപോയാൽ അവരാരും കൂട്ടായ്മ അന്വേഷിക്കാറില്ല. പലപ്പോഴും കൂട്ടായ്മയെന്ന് അവര് ഈ അപ്പന്റെ അമ്മയുടെ അടുത്ത് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാകാനായിരിക്കാം. കൂട്ടായ്മ അന്വേഷിക്കുന്നവർ പ്രതിസന്ധികളെ തരണം ചെയ്യും. കിട്ടിയതൊരു അവസരമായി ആർഭാടത്തോടെ നടന്നാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ദൈവം തമ്പുരാൻ അവരെയൊന്നും അങ്ങനെ വിടുകയില്ല. നമ്മളുടെ ശക്തമായ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് അവർ പോകുന്ന വഴിക്കൂടെ വട്ടം കറക്കി തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ പറയണം, ഏതിന് പോയാലും ഒരു കൂട്ടായ്മ, ഒരു വചന ബന്ധം ഉണ്ടാകണം നിലനിൽക്കാൻ. അല്ലെങ്കിൽ നിലനിൽക്കാൻ പാടാം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നതാണ്, വചനം പരന്നതും ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചതും ഉന്നതന്മാർ വിശ്വാസത്തിൽ വന്നതും ഒരുമിച്ചുള്ള സമർപ്പണമുള്ള പ്രാർത്ഥിച്ചുള്ള ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ആ കണ്ടത്. ദൈവമക്കളെ, നമ്മൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയോടുള്ള നമ്മുടെ മനോഭാവം അങ്ങനെ തന്നെയായാൽ നമ്മുടെ കൂട്ടായ്മ വളരുമ്പോൾ അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നവരാണ്. തളരുമ്പോൾ സങ്കടപ്പെടുകയല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. തളരുമ്പോൾ നമ്മൾ കുറേയും കൂടി ഒരു ചവിട്ടും കൂടി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റു പലതിനോട് കമ്പയർ ചെയ്തിട്ട് നമ്മളെ അങ്ങ് തളർത്തും, നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തും. അങ്ങനെ ഒരു സംഭവമൊന്നും 1-ാം നൂറ്റാണ്ടിൽ സഭകളിൽ ഉണ്ടായിരുന്നില്ല. അവർ എല്ലാവരും തികഞ്ഞ ആത്മാർത്ഥയോടെ അവർക്ക് പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതുകൊണ്ട് സഭ വളർന്നു. എനിക്ക് അവിടെ ഒരു സന്ദേശം പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, ഏത് സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുവോ, അതിനോടുള്ള നമ്മുടെ മനോഭാവം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ അടുത്ത 8-ാം വാക്യത്തിലേക്ക് വരികയാണ്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവിടെ ലിബർത്തീനർ എന്നൊരു പ്രയോഗമുണ്ട്. 9-ാം വാക്യത്തിൽ ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാർ എന്ന് പറയുന്നുണ്ട്. വിമോചിതരുടെ കൂട്ടം എന്ന് വിളിക്കപ്പെടുന്ന സിനഗോഗിലെ അംഗങ്ങളെ ഉദ്ദേശിച്ചാണ് ലിബർത്തീനർ എന്ന് പറയുന്നത്. വിമോചിതരുടെ കൂട്ടം എന്ന് വിളിക്കപ്പെടുന്ന സിനഗോഗിലെ അംഗങ്ങളെ ഉദ്ദേശിച്ചാണ്. BC 63 ജനറൽ പോംപി പോംപി റോമിലേക്ക് അടിമകളായി കൊണ്ടുപോയവരിൽ
BC 63 ജനറൽ പോംപി റോമിലേക്ക് അടിമകളായി കൊണ്ടുപോയവരിൽ കാലാന്തരത്തിന് സ്വതന്ത്രരാക്കപ്പെട്ടവരുടെ സന്തതി പരമ്പരകളാണ് ലിബർത്തീനർ എന്ന് പേരുള്ള സിന്നഗോഗുകാർ. ലിബർത്തീനർ എന്ന് പേരുള്ള സിന്നഗോഗുകാർ. ലിബർത്തീനർ യൂറോപ്പിൽ നിന്നുള്ളവരും കുറേനക്കാരും അലക്സാന്ദ്രിയക്കാരും ആഫ്രിക്കയിൽ നിന്നുള്ളവരും കിലിക്യ, ആസിയ എന്നീ ദേശക്കാർ റഷ്യയിൽ നിന്നുള്ളവരുമാണ്. അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും സ്തേഫാനോസിനോട് ഏറ്റുമുട്ടാനായിട്ട് മുൻപിലുണ്ട്. എന്നാൽ അവർക്ക് സ്തേഫാനോസിന്റെ പ്രസംഗം തെറ്റാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ ന്യായപ്രമാണത്തിനും ദൈവാലയത്തിനും എതിരായിട്ടാണ് സ്തേഫാനോസ് പ്രസംഗിക്കുന്നത് എന്ന് കുറ്റം ചാർത്തി അവനെ അറസ്റ്റ് ചെയ്ത് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ ഹാജരാക്കി. പുരോഹിതന്മാരുടെ ഡെലിഗേറ്റ്സ് ഉണ്ട്, ജനങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവരെല്ലാവരും കൂടി ചേരുന്നതാണ് സന്നിധി സംഘം. 71 പേർ. അപ്പൊ ആ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കി. യെരുശലേമിലെ ദൈവാലയത്തിൽ പോകാതെ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെന്ന് ഒരുപക്ഷെ സ്തേഫാനോസ് പറഞ്ഞു കാണും. യെരുശലേം ദൈവാലയത്തിൽ മാത്രമല്ല ദൈവം കൂടിയിരിക്കുന്നത്, നിങ്ങൾ അവന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് മാറ്റി പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പ്രസംഗം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവതായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവാലയത്തിനെതിരെയും ന്യായപ്രമാണത്തിനെതിരെയും, ന്യായപ്രമാണം ബലഹീനമായിരുന്നവർ പ്രസംഗിച്ചു. ഇതിന് രണ്ടിനും എതിരായിട്ടാണ് പ്രസംഗമെന്ന് പറഞ്ഞ് അവരുടെ മേൽ കുറ്റം ചുമത്തി. യേശുവിന്റെയും സ്തേഫാനോസിന്റെയും വിസ്താരം ഏകദേശം സാമ്യമുണ്ട്. രണ്ടുപേരുടെ മേലും ദൈവദൂഷണം ആരോപിക്കപ്പെട്ടു. സ്തേഫാനോസിന്റെ മേലും കർത്താവിന്റെ മേലും ദൈവദൂഷണം ആരോപിക്കപ്പെട്ടു. മറ്റൊന്ന്, രണ്ടുപേരും ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. മറ്റൊന്ന്, ഇരുവർക്കും എതിരായി കള്ളസാക്ഷികളും ഹാജരാക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിയായി മുൻപിൽ നിൽക്കുന്ന സ്തേഫാനോസിന്റെ മുഖത്തേക്ക് അവർ നോക്കുമ്പോൾ അത് അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുള്ളതായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ കണ്ടു. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, അതിന്റെ ആ റിഫ്ലക്ഷൻ അവർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഈ പ്രതിഭാസം, ഈ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്തേഫാനോസ് എന്ന വാക്കിന് കിരീടം എന്നാണ് അർത്ഥം.
സ്തെഫാനോസ് എന്ന വാക്കിന് കിരീടം എന്നാണ് അർത്ഥം. ആരാണ് സ്തെഫാനോസ്? ഒന്ന്, വിശ്വാസം നിറഞ്ഞവനാണ്. 6:5 വിശ്വാസം എന്നത് ദൈവത്തെ നമ്മോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നേർന്ന ഒരു ചങ്ങലയാണ് വിശ്വാസം. നമ്മെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് വിശ്വാസം. ഒരു നിറഞ്ഞ പാത്രത്തിൽ മറ്റൊന്നിന് സ്ഥാനമില്ലാത്തതുപോലെ വിശ്വാസത്താൽ നിറയപ്പെട്ട ആ ഹൃദയത്തിൽ ഭയത്തിനോ സംശയത്തിനോ സ്ഥാനമില്ലായിരുന്നു. അതാണ് വിശ്വാസത്തിന്റെ നിറവ് എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നിറഞ്ഞ ഹൃദയത്തിൽ ഭയത്തിനും സംശയത്തിനും സ്ഥാനമില്ല. സംശയത്തിനും ഭയത്തിനും സ്ഥാനമില്ല. രണ്ടാമത്തേത്, കൃപ നിറഞ്ഞവൻ. 6:8 കൃപ പ്രീതിയേക്കാൾ കൂടിയതാണ്. നമുക്ക് ഒന്നിനും അർഹതയില്ലാതിരിക്കെ, ഒന്നും കൊടുക്കാതെ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവമാണ് കൃപ. നമുക്ക് ഒന്നിനും അർഹതയില്ലാതിരിക്കെ, ഒന്നും കൊടുക്കാതെ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഭവമാണ് കൃപ. 11:23 വാക്യം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നമ്മളെ പരിമളപ്പെടുത്തുന്ന, നമ്മെ പരിമളപ്പെടുത്തുന്ന പരിമളമാണ് കൃപ. നമ്മെ പരിമളപ്പെടുത്തുന്ന പരിമളമാണ് കൃപ. 4:33 വാക്യം. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു, മുട്ടുള്ളവർ ആരും അതിലുണ്ടായിരുന്നില്ല. നമ്മുടെ വാക്കുകൾക്ക് രുചി പകരുന്നത് കൃപയാണ്. കൊലോസ്യർ 4:6. നമ്മെ ഉത്കൃഷ്ടരാക്കുന്നത് കൃപയാണ്. 2 തീമോഥെയോസ് 2:1. നമ്മെ ഉപയോഗിക്കുന്ന ശക്തി കൃപയാണ്. നമ്മെ ഉപയോഗിക്കുന്ന ശക്തി കൃപയാണ്. 1 കൊരിന്ത്യർ 15:10. നമ്മെ അനുഗ്രഹിക്കുന്ന ഔദാര്യമാണ് കൃപ.
നമ്മെ അനുഗ്രഹിക്കുന്ന ഔദാര്യമാണ് കൃപ. 2 കൊരിന്ത്യർ 8:8-9. ഏത് വിധത്തിൽ നോക്കിയാലും ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവനായിരുന്നു സ്തെഫാനോസ്. 3, ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. 6:5-8. ശക്തി എന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണിയാണ്. കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണിയാണ് ശക്തി. നമുക്ക് എന്ത് കാര്യം ചെയ്യണമോ അതിനുള്ള ശക്തി ദൈവം അനുവദിക്കുകയാണ്. എന്ത് കാര്യം ചെയ്യാനും ശക്തി നൽകാതെ ഒരു കാര്യവും നമ്മോട് ചെയ്യാനായിട്ട് കർത്താവ് ആവശ്യപ്പെടില്ല. ഓരോ കൽപ്പനയോടും ഓരോ വാഗ്ദാനവും ഉണ്ടായിരിക്കും. വാഗ്ദാനങ്ങളോട് കൂടിയാണ് കൽപ്പന. അവൻ നമ്മെ നിറയ്ക്കണമെങ്കിൽ നാം സ്വയം ഒഴിഞ്ഞ പാത്രമാകണം. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി കായിക ബലത്തിന്റെ കാര്യം മാത്രമല്ല, അതും വേണം നമുക്ക്. പരിശുദ്ധാത്മാവിന്റെ ആത്യന്ത ശക്തി, ആ നിറസാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം ദൈവമക്കളെ. ആ ശക്തിയാണ് നമ്മുടെ ക്ഷീണം മാറ്റും, നമുക്ക് അധികം ഊർജം നൽകും. പെന്തക്കോസ്തി നാളിൽ പത്രോസും കൂടെയുള്ളവരും ചേർന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത്ര അതിരാവിലെ വീഞ്ഞു കഴിച്ച് മദ്യപിച്ച് ഇത് പറയാറായോ? എന്നാൽ അത് വീഞ്ഞിന്റെ ശക്തിയായിരുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി കാത്തിരുന്നവരുടെ മേൽ വന്നപ്പോൾ അവരാൽ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നു. കാത്തിരിക്കുന്നവരുടെ മേൽ, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവാത്മാവ് നമ്മളെ ശാക്തീകരിക്കും. പോകാത്ത മേഖലകളിലൂടെ, കടക്കാത്ത വഴികളിലൂടെ, ചെയ്യാത്ത പ്രവൃത്തികളിലൂടെ, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാക്ഷ്യങ്ങളിലൂടെ ദൈവാത്മാവ് നമ്മെ നടത്തും. 4, പ്രകാശം നിറഞ്ഞവനാണ്. 6:15. അവന്റെ മുഖം പ്രകാശിച്ചതിന്റെ കാരണം തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ് കാരണം. ഫെയർ ആൻഡ് ലവ്ലി ഇട്ട മുഖത്തിന് ഇച്ചിരി വെളുപ്പം ഒക്കെ ഉണ്ടാവും, പക്ഷേ ഉണ്ടാവുന്നതാണ് വെയ്പ്പ്, എനിക്കറിയില്ല. ചിലരിങ്ങനെ കുട്ടിയിടുന്ന കാണാം. അപ്പോ അങ്ങനെ എന്തെങ്കിലും ക്രീം അടിച്ചും തൂത്തും ഉണ്ടാകുന്ന പ്രകാശം അല്ല അത്. നമ്മുടെ ഉള്ളിൽ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ടോർച്ച് കാണുമല്ലോ, ടോർച്ച് വേണ്ട, മൊബൈലിന്റെ വെളിച്ചം ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയാൽ കാണാം. കയ്യിൽ വെക്കുമ്പോൾ ഇവിടെ മുഴുവൻ ചുമന്നിരിക്കും, പുറം ചുമന്നിരിക്കും.
ഉള്ളിൽ പ്രകാശം ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ പ്രതിഫലനം കാണും എന്നതുപോലെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും ആത്മാവിന്റെ നടത്തിപ്പും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തത് കാണാം. കുളവി കൊത്തിയൊണക്കിയിരിക്കില്ല, വീർപ്പ് മുട്ടിയിരിക്കില്ല. ആ മുഖത്തൊരു പ്രസാദം കാണും, ആ മുഖത്തൊരു കൃപയുണ്ട്. അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ പല സ്ഥലത്തേക്കൂടെ പോകുമ്പോ നമുക്കൊന്നും ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണ്ട. നമ്മൾ ആ കൂട്ടത്തിന്റെ നടുവിൽ നമ്മളൊരു ഒരു 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 സ്പെഷ്യലായിരിക്കും. നമ്മളിങ്ങനെ കൂട്ടത്തിൽ പോയി നിൽക്കുമ്പോ അറിയാം ആ കൂട്ടത്തിൽ നമ്മളൊരു സ്പെഷ്യലായിരിക്കും. അതാ വരുന്നവർക്ക് മനസ്സിലാവും. ആ കൂട്ടത്തിൽ നിന്ന് ഒരു വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ നിൽപ്പുണ്ടാവും. നമ്മൾ മീൻസ് ദൈവകൃപയുള്ള ദൈവമക്കൾ. ആ കൂട്ടത്തിൽ നിന്നൊരു വ്യത്യാസം കാണും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ പ്രകടനത്തിലും എല്ലാം മാറ്റം കാണും. എന്നെ ഒരാൾ അഡ്വൈസ് ചെയ്തു, ദേഷ്യപ്പെടുമ്പോ ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടാൻ. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒത്തിരി ശ്രമിച്ചു നോക്കി. ദേഷ്യം വരുമ്പോ ചിരി കിട്ടൂല, ചിരി വരുമ്പോ ദേഷ്യപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നോക്കണം കേട്ടോ. പക്ഷെ അതൊരു കൃപയാണ്. മുറിവേൽക്കാതെ ദേഷ്യപ്പെടാൻ കഴിയുക, നമ്മുടെ പ്രതികരണം വികാരത്തിന് അധീനമല്ലാതെ പ്രതികരിക്കാൻ കഴിയുന്നത് ഒരു ദൈവകൃപയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതികരണത്തിൽ അങ്ങ് തോറ്റുപോവുക. ഉള്ളിൽ നിറയുമ്പോഴത്തേക്കും മുഖത്ത് കാണാതെ കണ്ണ്, മൂക്ക്, ചെവി എല്ലാ അവയവങ്ങളും ഉഷറാവും. ഉള്ളിൽ ദേഷ്യം വരും. നീ കണ്ണാടിയിൽ നിന്നും ദേഷ്യപ്പെട്ടു നോക്കി, നമ്മുടെ ഈ എക്സ്പ്രഷൻസ് എല്ലാം അങ്ങ് ചിറക് വിടർത്തും. ഇതെല്ലാം കാണിക്കും പാവം. കണ്ണാടിയിൽ നിന്ന് ആരോടെ ദേഷ്യപ്പെടണില്ല, അവനോടല്ലേ ദേഷ്യപ്പെടണം. അതെന്താവില്ല നമുക്ക്. അപ്പോ ദേഷ്യപ്പെടുമ്പോ പിള്ളേരാരെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ കത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നമ്മുടെ മുഖത്ത് വെളിപ്പെട്ട് വരാൻ സാധിക്കണം. അതായിരുന്നു സ്തേഫാനോസിന്റെ ഒരു മഹിമ. തേജസ്സേറിയ മുഖമായിരുന്നു അവന്റെ മുഖം. അതിനെക്കുറിച്ച് പറഞ്ഞത് ദൈവദൂതനെ പോലെ എന്നാണ്. മോശ സീനായി മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ ത്വക്ക് എന്ത് ചെയ്തിരുന്നു? ത്വക്ക് പ്രകാശിച്ചിരുന്നു. രാവിലെ മോർണിംഗ് പ്രെയർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ മുഖവും നമ്മുടെ പ്രതികരണമെങ്കിലും നന്നായിരിക്കണ്ടേ. അതിനുപകരം നേരെ അടുക്കളയിട്ട് കൊണ്ട് ചെന്നേച്ച് അപ്പത്തൊട്ട് നമ്മൾ തുടങ്ങും. ഇനി ഞാൻ എത്ര പേർക്ക് ഇനി ഞാൻ ഇത് ഉണ്ടാക്കിയാലാ, ഓരോരുത്തർക്കും ഓരോന്ന് അപ്പത്തൊട്ട് തുടങ്ങും പെറുപെറുപ്പ്. അപ്പോഴായിരിക്കും പുട്ടിന് ഉപ്പൊഴിക്കണ കൂടും, ദോശയ്ക്കുള്ള സാധനം പുളിച്ചിട്ടുണ്ടാവില്ല. പുളിക്കാതെ വരുമ്പോൾ ദോശമാവിനോട് കുറെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിച്ച്, ദോശ തിന്നാനുള്ളവരോടും കുറെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിച്ച്, ചുട്ടേച്ച് കൊമ്പളയ്ക്കാത്ത ദോശയും കൊണ്ടുവന്ന് വെച്ചേച്ച് അതിനും കുറെ കാര്യങ്ങൾ. അപ്പൊ രാവിലത്തെ പ്രയറിന്റെ എല്ലാ ഐശ്വര്യവും കാലത്തെ ഒരു 8:30-9 മണിക്ക് മുമ്പ് അതിന്റെ കഥ നമ്മൾ ശരിയാക്കും. അങ്ങനെ പിന്നെ നമുക്ക് ഇനി പിറ്റേന്ന് കാലത്ത് ഇനി ഇച്ചിരി സമയം കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഡേ ബൈ ഡേ കൊടുത്തും വാങ്ങിച്ചും പോവുക. പിന്നെ കർത്താവിന് അറിയാം ഇത് ഈ വകുപ്പിലെ പോവുള്ളൂന്ന്. അതുകൊണ്ട് കർത്താവ് വഴിക്ക് ഉപേക്ഷിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുക. പക്ഷെ വിരുത് ജയിക്കണമെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായി കാണണം. നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. ദൈവദൂതനെ പോലെ പ്രകാശിക്കുന്ന സ്തേഫാനോസിന്റെ മുഖം കണ്ട്
അവർ കൂടുതൽ അസ്വസ്ഥരായി. അടുത്തത് 5-ാമത്തേത്, ധൈര്യം നിറഞ്ഞവൻ. 7:51. ശത്രുക്കളുടെ സാന്നിധ്യവും മനുഷ്യ ഭയവും തന്നെ ലെവലേശം സ്പർശിച്ചില്ല. ഇതൊരു ദൈവകൃപയാണ്. ശത്രുക്കളുടെ സാന്നിധ്യവും മനുഷ്യ ഭയവും തന്നെ ലെവലേശം സ്പർശിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേലൊരു ജയം നമുക്ക് വേണം. നമുക്ക് ശത്രു ഒന്നും ആവണമെന്നില്ല. നമുക്ക് ആരെയൊക്കെ പേടി? നമുക്ക് എല്ലാവരും പേടിയാണ്. സ്തുതിക്കണ പോലും നാലുപാടും നോക്കിയിട്ടേ സ്തുതിക്കുള്ളൂ. സുവിശേഷം പറയണതും ചുറ്റും നോക്കിയിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ കാര്യം പറയണത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ യൂസ്ലെസ് എന്ന് പറയാം. എന്നതാ ചെയ്യണേ? നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നാടൻ കോഴി മുട്ടയിടും പോലെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് കൂവി തോപ്പിക്കും ആൾക്കാരെ മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവിന് വേണ്ടിയിട്ട് ശരിക്കും ഞാൻ പ്രയോജനപ്പെടുന്നില്ലല്ലോ എന്ന്, ഞാൻ കർത്താവ് നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ഞാൻ ചെയ്യണില്ലല്ലോ എന്ന് എന്തെങ്കിലും തോന്നാറുണ്ടോ? എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇന്ന് വരെ അവൻ ആഗ്രഹിക്കുന്ന പോലെ ആകാൻ പറ്റില്ല എന്ന് എപ്പോഴും എൻ്റെ ചിന്ത. നമ്മളെക്കുറിച്ച് ദൈവം മുൻപിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ വളരെ വലുതാ. അവൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താത്തിടത്തോളം കാലം നമുക്കിപ്പോ സ്കൂളില് ഇത് രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പരീക്ഷ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ പാസ്സാകണമെങ്കിൽ ഒരു പാസ് മാർക്ക് ഉണ്ട്. ആ പാസ് മാർക്ക് കിട്ടിയെങ്കിലേ പരീക്ഷ എഴുതിയെന്നും ജയിച്ചു എന്നും മനസ്സിലാവുള്ളൂ. നമുക്ക് 1 മാർക്ക് കിട്ടിയാലും 1/2 മാർക്ക് കിട്ടിയാലും മാർക്കാണ്. ഞാൻ പഠിച്ചതിനനുസരിച്ച് എനിക്ക് മാർക്കും കിട്ടി, എഴുതിയതിനനുസരിച്ച് എനിക്ക് മാർക്ക് കിട്ടി. പക്ഷെ അതൊരു സംതൃപ്തിയല്ല. അതിന്റെ നമ്മളെക്കുറിച്ചുള്ള റിമാർക്ക് ഇതായിരിക്കും, നീ എന്താ പഠിച്ചുകൊണ്ട് വരാത്തതെന്നായിരിക്കും, നീ എന്താ അത് ചെയ്യാത്തതെന്നായിരിക്കും. അപ്പൊ മാർക്ക് കിട്ടിയാൽ പോരാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയായിരിക്കും. അതിലാരും സംതൃപ്തി അടയൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ടെന്നും വിചാരിക്കണ്ട. നമ്മൾ നന്നായി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യണില്ല എന്ന് നമുക്ക് മനസ്സിലാവണം. കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തണം. അതിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട തടസ്സം നമുക്കുള്ള അധൈര്യമാണ്. ശത്രുക്കളുടെ സാന്നിധ്യം നമ്മളെ ഭയപ്പെടുത്തും. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോ നമുക്കതിൽ ബോൾഡ് ആവാൻ കഴിയുക എന്നുള്ളതൊരു വലിയ ദൈവകൃപയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കും, ഞാൻ ഒറീസയിൽ വെച്ച് നമ്മുടെ വണ്ടിക്ക് ചുറ്റും 8 പേര് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈയും കെട്ടി ഇരുന്നു. ഇനി അടുത്തത് എന്നാ വെച്ചാൽ നമ്മുടെ വണ്ടി കത്തിക്കും. എൻ്റെ കൂടെയുള്ള ആശാന്മാർക്ക് ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. എന്തൊക്കെയോ പറയണു, എല്ലാവരുടെയും കയ്യിൽ വടിയുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ഇവർക്ക് മനസ്സിലാവണില്ലല്ലോ. പക്ഷെ ഇവര് പറയണത്, എടാ ഇത് മലയാളിയാണ്, ഇവന്റെ കയ്യിൽ കാശുണ്ട്, ഇവന് വിടരുത്, ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം, തല്ലട പൊളിക്കട എന്നൊക്കെയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിത് കേൾക്കണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവന് ചെയ്യാനുള്ളത് അവൻ ചെയ്യും. ഏതായിരുന്നാലും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങി ഇവിടെ തീർന്നു. വടക്കേ ഇന്ത്യയിലേക്കുള്ള യാത്ര ഒറീസയുടെ മണ്ണിൽ അവസാനിച്ചു എന്നൊക്കെ നമ്മളവിടെ. പക്ഷെ അതിനകത്ത് അല്പം പോലും ഒരു ടെൻഷനോ പ്രയാസമോ ഒന്നും ഉണ്ടായില്ല. കാരണം ഇതൊക്കെ വഴിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ വന്നാലും വലം കൈക്ക് പിടിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്.
പക്ഷെ ദൈവമക്കളെ, നിങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അയച്ചതിൻ്റെയൊക്കെ ബലം കൊണ്ട്, നമ്മുടെ ഇന്നൊരു ഗുണം കൊണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമ്മളെ കർത്താവിന് വീണ്ടും ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെങ്ങനെ വിട്ടുകൊടുക്കാൻ, ശത്രുവിന് വിട്ടുകൊടുക്കാൻ കർത്താവ് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് തയ്യാറായില്ല. അതാണ് അതിന്റെ ശരിയായ ആൻസർ. ഏതോ ഒരു മനുഷ്യനോട് നീ പോടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. അവൻ വന്നപ്പോ ഇതാ കാഴ്ച. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതാണ് കാഴ്ച. എടാ, അത് എൻ്റെ ആളാണെന്ന് അവൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്, എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ആളാ, തൊട്ടുപോകരുന്നവൻ ഹിന്ദിയിൽ പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ തന്നെ എല്ലാ വടിയും താണു. ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങൾക്കെല്ലാം അകത്തെല്ലാം നമ്മൾ ധൈര്യത്തോടെ നിന്നാൽ, ആ ധൈര്യത്തിന് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മൾ ഈ യാത്രയിൽ ശരിക്കും അത് അനുഭവിക്കുക. നോ പ്രോബ്ലം. ശരിക്കും നമ്മളുടെ EGM ഓഫ് ഇന്ത്യ, ആ ശുശ്രൂഷയുടെ വളർച്ച തന്നെ ഇത്രത്തോളം പോന്നത്, എന്തെല്ലാം വെല്ലുവിളികൾ, എന്തുമാത്രം എതിർപ്പുകൾ. ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? ഇപ്പോഴും തീർന്നിട്ടില്ല. എന്തുമാത്രം പോരാട്ടങ്ങൾ അതിജീവിച്ച് നിന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അനേകം ദൈവമക്കളുടെ പ്രാർത്ഥന, പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വീര്യം, പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുത്തിന് കിട്ടുന്ന ഒരു വീര്യമുണ്ട്, മറ്റൊരുത്തിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ മുഴുവൻ സുഖം അനുഭവിക്കുന്ന ഒരാളാണ്. മുഴുവൻ സുഖം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കുണ്ടായ ചില കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ നടുവിൽ എൻ്റെ ദൈവം എന്നെ ഉള്ളംകൈയിൽ സൂക്ഷിച്ചു. ഉള്ളംകൈയിൽ. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക മാത്രമല്ല, ഞാൻ നിങ്ങളെല്ലാവരും ഓർത്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം. രാവിലെ 4:45 മുതൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആരംഭിക്കുക. നമുക്ക് വേണ്ടി ഞാൻ ആരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാറില്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിൽ, മോർണിംഗ് പ്രെയറിലൊന്നും ഞാൻ നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ചിലാണ്. അതെനിക്കറിയാം. കാരണം ഓൾറെഡി നിങ്ങളത് ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പറയുമ്പോൾ ആണ് അതിൻ്റെ ഒരു കുറവ്. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ രാവിലെ മോർണിംഗ് പ്രെയറിൽ മാത്രമല്ല, പേഴ്സണൽ പ്രെയറിലും നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒരു സെന്റൻസ് എനിക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് നമുക്ക് പോകാനും ചില വമ്പൻ കാര്യങ്ങൾ, വമ്പൻ എന്ന് പറഞ്ഞാൽ മേലുകീട് ആലോചിക്കാതെ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം ഇതാണ്. എൻ്റെ പിന്നിൽ കുറെ പേരുണ്ട്. കാശൊന്നും കാര്യമായിട്ടില്ലെങ്കിലും കുറെ പേര് പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അവകാശം പറഞ്ഞ് കൂടെ ഏറ്റെടുത്ത് ചാടുക. ആഴിയും ആഴവും നോക്കിയിട്ടല്ല. പക്ഷെ ഇതുവരെയും ഒന്നിനും പരാജയപ്പെടാതെ, ഒന്നും പിൻവലിക്കാതെ കയറിപ്പോരാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോ നമ്മുടെ മുൻപിലുള്ള 2 പ്രധാനപ്പെട്ട കാര്യം, ശരിക്കും അത് എൻ്റെ ഈ ഗൾഫ് യാത്രയിൽ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരാൾ എന്നോട് അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു, കാര്യങ്ങൾ സംസാരിച്ചു. സാർ ഇതൊക്കെ എങ്ങനെ ഇത് കണ്ട്, ഇത് എങ്ങനെയാ സാറിന് ചെയ്യാൻ പറ്റണേ? 10-13 പിള്ളേർ പഠിക്കുന്നുണ്ട്, അവരുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കണം, വീടുകൾ വെക്കണം, അതിന് കാശ് ഇങ്ങനെ വേണം. അപ്പോൾ ഇത്രയും ബാധ്യതയ്ക്ക് സാറ് വരുത്തി വെച്ചാൽ എങ്ങനെയാണ് സാറ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ധൈര്യം ക്ഷയിപ്പിക്കാൻ തുടങ്ങുന്ന പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്നോടൊരു സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ അപ്പം തന്നെ ബോൾഡാവും. നമ്മൾ പറയും അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ മറുപടി. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, സ്വാർത്ഥതയുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. സ്വാർത്ഥതയില്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഏറ്റെടുക്കുന്നതിലും പോകുന്നതിലും പ്രവർത്തിക്കുന്നതിലും പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ധൈര്യം വേണം. ധൈര്യം സമ്പാദിക്കണം.
അത് നമ്മൾ സമ്പാദിക്കുകയല്ല, അത് നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ നമ്മിൽ ദൈവം തരുന്നതാണ്. പോട്ടെ മുമ്പോട്ട് എന്ന് പറയാ, വരുന്നിടത്ത് വെച്ച് കാണാം, മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പൊ ആ ധൈര്യം നമ്മളിലെല്ലാം ഉണ്ടാകണം, എങ്കിലേ നമുക്ക് വേലയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധ്യമാകും. ഇതിന്റെ സാക്ഷിക്കാരും പിന്നെ ഹൃദയത്തിനും ചെവിക്കും, അവിടെ ചുറ്റും കൂടിയ ആളുകളെ കുറിച്ച് പറയണതാ. സാക്ഷ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവർ. ആ പ്രയോഗം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയോ? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനും ചെവിക്കും ദൈവിക സമർപ്പണമില്ലാത്തവർ എന്നാണ്. പരിച്ഛേദന സമർപ്പണത്തിന്റെ, നീതീകരണത്തിന്റെ, രക്ഷയുടെ ഉറപ്പാണ്. പരിച്ഛേദനയില്ലാത്ത ചെവിക്കും പിന്നെ ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്തവർ. അങ്ങനെയാണ് സ്തേഫാനോസ് അവരെ നോക്കി സംബോധന ചെയ്തത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഡിവൈസ് ഇപ്പൊ 40 സമർപ്പണമില്ലാത്തവർ, ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്, പക്ഷെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്തില്ല? പരിച്ഛേദനയില്ല. ആ സാക്രമെന്റ് നടന്നിട്ടുണ്ട്, അഥവാ കർമ്മം നടന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്തില്ല? ഒരു മാറ്റമില്ല. നമ്മുടെ നാവിന് പരിച്ഛേദനയില്ല, ചിന്തയ്ക്ക് പരിച്ഛേദനയില്ല, ചെവിക്ക് പരിച്ഛേദനയില്ല, ഹൃദയത്തിന് പരിച്ഛേദനയില്ല. ആകെ ഉള്ളത് ലിംഗാഗ്രം കട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മാറ്റം നിങ്ങൾക്കില്ല. ഇത് അങ്ങനെ ഉള്ളവരെന്ന് പരിച്ഛേദനക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പരിച്ഛേദനയില്ലാത്തവരെ എന്ന് കൈ ചൂണ്ടി പറഞ്ഞു. ഈ ഡിവൈസിൽ 45 പേരിൽപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ നേരെ ഇങ്ങനെ കഠിനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞാൽ അപ്പ ഇതിനകത്ത് നിന്ന് ലെഫ്റ്റ് ആവും. നമുക്ക് ലെഫ്റ്റ് ആവാനുള്ള വഴി ഇതിനകത്തുണ്ട്. കാരണം അത് കർക്കശമായ ഒരു വാക്ക് നേരെ നോക്കി പറയണത് ആർക്കും ഇഷ്ടമല്ല. ഇതങ്ങോട്ട് കേട്ടതോടുകൂടി ഉണ്ടല്ലോ, അവര് പല്ലും നാക്കും ഒക്കെ കടിച്ചിങ്ങോട്ട് വന്നു. നിന്നെന്ന് ഞാൻ ശരിയാക്കിയിട്ടെന്നുള്ളൂ എന്നുള്ള രീതിയിൽ. നീ എവിടെ നിന്ന് വന്ന ആദ്യത്തെ ആളാ, അതുപോലെ ചങ്കിന് കുത്തി പറഞ്ഞു എന്ന് സംബോധന ചെയ്യുവാനുള്ള ധൈര്യം അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു. ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ക്രിസ്തുവിനെയും കൊന്നവരാണ് നിങ്ങൾ എന്ന് കൈ ചൂണ്ടി പറഞ്ഞു. ഇതിന്റെ എല്ലാം അനന്തര ഫലമായിട്ടാണ് പൗലോസ് മാനസാന്തരപ്പെട്ടത്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തേഫാനോസിന്റെ ധൈര്യം കണ്ടപ്പോ പൗലോസിന് ശൗവലിന്റെ ഉള്ളിൽ സംതിങ് കുരുപൊട്ടി എന്ന് പറയാം. എടാ, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറയാനുള്ള തീഷ്ണത, അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ സമയം മുതലേ ശൗവലിന്റെ ഉള്ളിൽ ഇത് കിടന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മനസാന്തരമൊന്നും വന്നില്ല, പക്ഷെ ഉള്ളിൽ കിടന്ന ഒരു പരാക്രമം തുടങ്ങി. അത് സ്വർഗം അറിഞ്ഞു. അതുകൊണ്ടാണ് ആ വഴിക്ക് വെച്ച് ശൗവലിനെ പിടികൂടിയത്. പോട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാ, ഇത് ശരിയാ, മറ്റത് ശരിയാ, അതിലെല്ലാം ഒന്നാണ് ഇതും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സോപ്പിട്ട് അതിന്റെ ജോജസ് കളഞ്ഞ് സുവിശേഷത്തിന്റെ മഹത്വം കളഞ്ഞ് നല്ല സത്യ സുവിശേഷം പറയാൻ തൻ്റെ ഇടമില്ലാതെ അതിന്റെ മുൻപിലെല്ലാം കുമ്പിട്ടും കൈകൂപ്പിയും അതും ഇതും ശരിയാണെന്ന് പറഞ്ഞു പോകുന്ന വർഗത്തിന്റെ അധികാരത്തിന് കീഴിലാണ് ഇന്നത്തെ സാധാരണക്കാർ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ധൈര്യത്തോടെ പ്രവർത്തിച്ചാലേ ധൈര്യശാലികൾ ഉണ്ടാകും. സഹിഷ്ണുതയോടെ പ്രവർത്തിച്ചാലേ സഹിഷ്ണുതയുള്ളവരെ കിട്ടൂ. സ്നേഹത്തോടെ പ്രവർത്തിച്ചാലേ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ കിട്ടൂ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ എല്ലാം അനന്തരഫലമായിട്ടായിരുന്നു ശൗവലിന്റെ മാനസാന്തരം
എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും സ്തെഫാനോസ് അന്ന് കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി, ദൈവമേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വന്ന കൂട്ടത്തിൽ ഒരുത്തൻ വീണു. ഒരുത്തൻ നിലംപൊത്തി. അവനാണ് ശൗവൽ. അവൻ അപ്പോഴേ തല കുമ്പിട്ടു. അവൻ ആ സമയം മുതൽ ചിന്തിച്ചതിന് ദൈവം അവനെ വഴിയിൽ തടഞ്ഞു നിർത്തി. ദൈവം അവനോട് സംസാരിച്ചു. ഒരു ചെറിയ ചിന്താ പുലിംഗം നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിയാൽ ബാക്കിയുള്ളത്, അതായി പുകയുന്ന തിരിയെ അവൻ കെടുത്തൂല എന്ന് പറഞ്ഞത്, ചതഞ്ഞ ഓടയെ ഒടിക്കില്ലെന്ന് പറഞ്ഞു. ഒരു അല്പം കനൽ വീണു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവൻ മുറുകെ പിടിക്കും. ഞാൻ എൻ്റെ രക്ഷയുടെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ആ വീട്ടിലിരുന്ന് വചനം കേട്ടപ്പോ എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഉണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെല്ലാം ചെയ്ത എൻ്റെ കർത്താവിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ, വെറുതെ 17 കൊല്ലം ഭൂമിയിൽ ജീവിച്ചു, എന്നെ കിട്ടിയ ആർക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു. പക്ഷെ അതിനകത്ത് എൻ്റെ യേശുവിന്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കിടക്കമരുന്ന് കിട്ടണല്ലോ. നമ്മൾ ഇത് വചനം ഇങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ട് പെരുക്കുക, ദഹനക്കേട് പറ്റിയ പോലെ. രാത്രി 3 മണിയായപ്പോ സമാപനമായി. ഞാനും എൻ്റെ കർത്താവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതോടുകൂടി ജീവിതത്തിന് വലിയ സന്തോഷമായി. അന്ന് തുടങ്ങിയതായി ഈ ഓട്ടം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ആരും ഉണ്ടായിട്ടില്ല. സ്നേഹമുണ്ടെങ്കിൽ ധൈര്യമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഭയമില്ല, സ്നേഹമുണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ശുശ്രൂഷയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ സകല വരങ്ങളുമുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയും. ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ച നിന്റെ വലിയ കൃപയ്ക്കായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ സ്വരം കേട്ട് നിന്റെ പിന്നാലെ നിൽക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. ധൈര്യത്തോടെ, പ്രത്യാശയോടെ, ദൈവകൃപയോടെ, ധൈര്യത്തോടെ തെറ്റിന്റെ നേരെ കൈവിരൽ ചൂണ്ടാൻ, പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ, അനീതിക്കെതിരെ പ്രതികരിക്കാൻ, വിശുദ്ധിയോടെ നിൽക്കാൻ, സ്നേഹത്തോടെ പ്രതികരിക്കാൻ, സന്തോഷത്തോടെ പ്രതികരിക്കാൻ. കർത്താവെ, ഞങ്ങളുടെ പ്രതികരണ രീതിക്കെല്ലാം ഒരു മാറ്റം വരുത്തി, ഞങ്ങളുടെ പെരുമാറ്റത്തിനെല്ലാം ഒരു മാറ്റം വരുത്തി, വേറെ ഒരു സ്വഭാവമുള്ളവനായി കാണപ്പെടാൻ. യോശുവയെ പോലെ, കാലേബിനെ പോലെ അവർ വേറൊരു സ്വഭാവമുള്ളവർ. 12 പേരിൽ വെച്ച് 2 പേർക്കും വേറൊരു സ്വഭാവം. കർത്താവെ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, ഞങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ ഞങ്ങൾക്ക് വേറിട്ടൊരു സ്വഭാവം നീ ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തെഫാനോസിനെ പോലെ ആത്മനിറവുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് തായോ. കർത്താവെ, നീ മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കാം. അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. ആമേൻ.